ആ, ഈ എന്താണ് ഈ നിന്റെ വിഷയം? ഈ ഇസ്ലാം മതം ഹദീസിനെ പറ്റി വിട്ടവനെ നിങ്ങൾക്ക് വല്ലതും കൊല്ലണം അറിയോ? എന്ന് ഈ പറയുന്നത് ഈ ഈ ശരിയാണോ? ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ഇസ്ലാം മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്നത് ശരിയാണോ എന്നാ? ആ, അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആ, കേട്ടിട്ടുണ്ട്. ഉണ്ട്. ഉം. ആ, ശരിയാണോ? ശരിയാണോ എന്ന് വെച്ചാൽ അത് ഇസ്ലാമിക രാജ്യത്താണ്. അപ്പൊ മുസ്ലിങ്ങൾക്ക് അത് ബാധകമല്ല. എങ്ങനെ മുസ്ലിങ്ങൾക്ക്? അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് അത് മാത്രമേ പറ്റുള്ളൂ, അതിൽ മാത്രമേ പറ്റുള്ളൂ. ശരീഅത്ത് നിയമം നിലനിൽക്കുന്ന സ്ഥലത്ത് അത് അവിടുത്തെ ഭരണാധികാരി ചെയ്യേണ്ടതാണ്. ആ രാജ്യത്തിനെതിരായി അതിന് നമ്മുടെ രാജ്യ കുറ്റം പോലെ ഇപ്പൊ ഇന്ത്യ ഭരണഘടനക്കെതിരായി പ്രവർത്തിച്ചാൽ ഇന്ത്യയിൽ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ രാജ്യത്ത് ആ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ ആ രാജ്യം എടുക്കുന്ന നിയമം അത്രേ ഉള്ളൂ. ഈ ശരിയത്ത് ആ നിയമം ഭരണാധികാരിക്കാണ്. ഈ ശരിയത്ത് നിയമം മുസ്ലിങ്ങൾക്ക് ബാധകമാണോ? ആണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ബാധകമാണോ? ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമല്ലല്ലോ. അല്ലല്ല, ഞാൻ ചോദിച്ചത് ഈ ശരിയത്ത് നിയമം ജനാധിപത്യ രാഷ്ട്രമല്ലേ. മുസ്ലിങ്ങൾക്ക് ബാധകമാണോ? ആണ്. അതെ, ജനാധിപത്യ രാജ്യമല്ലേ ഇന്ത്യ. അതുകൊണ്ട് ആ രാജ്യത്തിന്റെ അല്ല, ഭരണഘടന എങ്ങനെയാണോ ഇന്ത്യയിലെ അതുപോലെ മുസ്ലിംസ്, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ശരിയത്ത് നിയമം മുസ്ലിങ്ങൾക്ക് ബാധകമാണോ? മുസ്ലിങ്ങൾക്ക് ബാധകമാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇത് ബാധകമല്ലേ? ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമല്ലേ, ഒരു ഇക്കാ, മതരാജ്യമല്ലല്ലോ. ഞാൻ അതല്ല ചോദിച്ചത്. ശരിയത്ത് നിയമം മുസ്ലിങ്ങൾക്ക് ബാധകമാണോ? അത് ഉണ്ടല്ലോ ഇപ്പോ. അതായത് പിന്നെ വ്യക്തി നിയമം എന്നും പറഞ്ഞിട്ട് ചില നിയമങ്ങളൊക്കെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ നിയമം ഇന്ത്യയിൽ ബാധകമാണോ? ഏത് നിയമം? അതായത് ഇസ്ലാമിൽ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറഞ്ഞത്. ഇല്ല. അതാ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി നടത്തേണ്ടതാണ്, അല്ലാണ്ട് വല്ല മനുഷ്യർക്ക് നടത്തേണ്ടല്ല. ഇപ്പൊ മതം വിട്ടു അങ്ങനെയാണെങ്കിൽ എന്ന് നിങ്ങൾ പറഞ്ഞാൽ വേറെ രീതിയിൽ ഉത്തരം പറ. ഞാൻ ചെയ്യേണ്ട ഞാൻ കാര്യമില്ല. അതായത് ചോദിച്ചത്, ഈ നിയമം മുസ്ലിങ്ങൾക്ക് ബാധകമാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണോ അതേന്ന് പറയാ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ബാധകമാണ്. അപ്പൊ നിങ്ങൾ പറയാ ഏയ് അതല്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങളല്ലേ? ഡ്യൂപ്ലിക്കേറ്റാ? അതായത് ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ജീവിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ അത് പോട്ടെ. ആ, ഇങ്ങനെ കൊല്ലുന്നത് ശരിയാണോ? ഒരു മതം വിട്ടു അതാ എന്നുള്ളതിന്റെ പേരിൽ മാത്രം. അതാ ഭരണാധികാരി, ആ രാജ്യത്തെ ഭരണാധികാരി ചെയ്യേണ്ടതാണ്, അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നല്ലോ. മനുഷ്യർ, ജനങ്ങൾ ചെയ്യുന്നല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത്. അതായത് ആ രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ഞാൻ രണ്ട് ചോദിച്ചു, പ്രശ്നമുണ്ട്. ഒന്ന് ഒന്ന് നിങ്ങളുടെ രോഗം ചെയ്തു എന്ന് അഭിപ്രായം പറഞ്ഞാൽ. ചോദിച്ചു. നിങ്ങളുടെ അഭിപ്രായം, എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം ഞാൻ നിങ്ങളൊരു എങ്ങനെ പറയാ? മനുഷ്യൻ എന്ന നിങ്ങൾ നിലയ്ക്ക്. ചോദിച്ചെന്താ? മതം വിട്ടവനെ കൊല്ലണമെന്ന്. ഞാൻ പറഞ്ഞു മതം വിട്ടവൻ എന്ന് പറഞ്ഞാൽ മതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാള് ആ വിശ്വാസം നിലനിൽക്കുന്ന രാജ്യത്ത് അതിന് ശിക്ഷ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾ മതത്തിനെതിരെ ചോദിച്ചത്. പ്രവർത്തിക്കുന്നില്ല. മതത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഇതിപ്പോ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ആൾക്കാർ പോകുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് വെച്ച്, ഇതിനകത്ത് ബൈബിളിൽ എവിടെയും, ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഗ്രന്ഥം ബൈബിൾ, അതിനകത്ത് എവിടെയും പറയുന്നില്ല ആ, ഇവനെ കൊല്ലണമെന്ന്. പക്ഷെ നിങ്ങളുടെ ഇപ്പൊ ഒക്കെ പറഞ്ഞു, അതായത് മതത്തിനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ. പക്ഷെ എതിരെ ആ, പ്രവർത്തിക്കുന്നില്ല പുള്ളിക്കാരന്. നിങ്ങളുടെ ഇതില് എതിരപ്പോ ഇത് തോന്നി, അല്ലല്ല, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. അതായത് തോന്നി ഇത് ശരിയല്ല, അത് കാരണം ഞാൻ മതം വിട്ടു പോകുന്നു. പക്ഷെ അങ്ങനെ പോകുമ്പോൾ മതത്തിനെതിരെ പ്രവർത്തിക്കുന്നില്ല പുള്ളി. ഇത് വിട്ടു, പുള്ളി അടുത്ത കാര്യം നോക്കുന്നു. ഒന്നുകിൽ എക്സ് മുസ്ലിം ആവുന്നു, നിരീശ്വരവാദി ആവുന്നു, അല്ലെങ്കിൽ ഹിന്ദു ആവുന്നു, മുസ്ലിം ആവുന്നു, ക്രിസ്ത്യൻ ആവുന്നു, സോറി ക്രിസ്ത്യാനി ആവുന്നു. അപ്പൊ അവനെ കൊല്ലണം എന്ന് കാര്യമുണ്ടോ? അങ്ങനെയില്ല. അങ്ങനെ ഒരാൾക്ക് പിന്നെ ശിക്ഷ നടക്കണമെന്നില്ല. ഇല്ല, പക്ഷെ അതല്ല ഈ ഹദീസിൽ അതങ്ങനെയല്ലേ പറയുന്നത്. ഇല്ല, അത് മതത്തിനെതിരെ ആ രാജ്യത്ത്, അതല്ല ആദ്യം ഞാൻ പറഞ്ഞത്. ശരീഅത്ത് നിയമം നിൽക്കുന്ന ഇസ്ലാമിക രാജ്യത്ത് അതിനെതിരെ ആ, പ്രവർത്തിച്ച ആൾക്കാണ് അതിന്റെ ശിക്ഷ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഹദീസ് നിങ്ങൾ ഇത് മലയാളത്തിലൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ആ. ആ, ഞാൻ ഇപ്പൊ വായിച്ചതിൽ എനിക്ക് മനസ്സിലായത്, ഇതിനകത്ത് അള്ളാഹ് മെസ്സഞ്ചർ, അതായത് നിങ്ങളുടെ ഉം, മുഹമ്മദ് നബി പറഞ്ഞ്, ഹു എവർ ചേഞ്ച് ഹിസ് ഇസ്ലാമിക് റിലീജിയൻ ദെൻ കിൽ ഉം, ഹിം. അതായത് ഉം, ആരാണോ ഇസ്ലാമിക് മതത്തിൽ നിന്ന് പോകുന്നത്, ഉം. അങ്ങനെയുള്ളവനെ കൊല്ലുക. അല്ലാതെ അവൻ മതത്തിന് എതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലാനല്ല പറഞ്ഞത്. ആര് ഈ അങ്ങനെയില്ല. ഇസ്ലാമിക് മതത്തിൽ, എന്തോ
അങ്ങനെയല്ലാന്ന്. അതായത് അത് അവിടെ അല്ല അല്ല അല്ല, നിങ്ങൾ വ്യക്തമായിട്ട് അങ്ങനെയാണെങ്കിൽ ഉണ്ട്. നിങ്ങൾ എടുത്തോ, നിങ്ങൾ പറഞ്ഞോ, അത് നോക്കിയിട്ട് പറഞ്ഞോ, അത് വായിച്ചോ. അത് ഞാൻ വായിച്ച് ഇംഗ്ലീഷിൽ അല്ല വായിച്ചിട്ട്. വായിച്ചിട്ട്, എനിക്ക് വായിച്ചിട്ട് ഞാൻ, അതെ, എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞത്. മതം അത് നമ്മൾ മതം വിട്ടവന് നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ മതം വിട്ടവനെന്നേ പറയുന്നുള്ളൂ. അത്രേ ഉള്ളൂ അതില്. അതായത് ആ അല്ല രാജ്യത്ത്, അതായത് ഇസ്ലാമിക രാജ്യത്ത് ശരീഅത്ത് നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് അവൻ അതിനെതിരെ പ്രവർത്തിച്ചാൽ ആ രാജ്യത്തിനെതിരെ, അതായത് നമ്മൾ ഇന്ത്യയിൽ ഇപ്പം ഇന്ത്യൻ ഭരണഘടനക്കെതിരെ പ്രവർത്തിച്ചാൽ എന്ത് ശിക്ഷ ഉണ്ടാവോ അതേ ശിക്ഷ അവിടെ അല്ല, കിട്ടുന്നുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഇതുണ്ടോ, ഒന്ന് വായിച്ചോ, ഒന്ന് വായിച്ചോ, നമുക്ക് കേൾക്കാനാ. ഞാൻ വായിച്ചു, അറ്റകുഞ്ഞിട്ട് ഇതിൽ വായിച്ചു. ആ, നിങ്ങളൊന്ന് വായിച്ചോ, വായിച്ചോ, അത് വായിച്ചോ, അത് അതേപടി വായിക്കണേ. വായിച്ചത് ഞാൻ വായിച്ചത് അതിൽ ഇല്ല, കൊല്ലണം നിങ്ങളൊന്ന് തന്നെ. വായിക്ക്. നിങ്ങള് അതന്നെ ഞാൻ വായിക്കുന്നത് പറയണ്ടേ. എനിക്ക് കേൾക്കാനാണ്. ഞാൻ മതം വിട്ടവനെ കൊല്ലണം തന്നെ ഞാൻ കണ്ടതില്ല, ഞാൻ നോക്കിയത് മതം വിട്ടവനെ കൊല്ലണം. അറ്റകുഞ്ഞിട്ട്. അപ്പൊ മതം വിട്ടവന് മതത്തിനെതിരായി പ്രവർത്തിക്കുന്നവനെ കൊല്ലണം എന്നല്ലല്ലോ ഇട്ടത്. മതം വിട്ടവനെ കൊല്ലണം. എതിരായി പ്രവർത്തിച്ചോ എതിരായി പ്രവർത്തിക്കാതിരുന്നോ അതൊന്നും പറയുന്നില്ല. മതം വിട്ടോ കൊല്ലണം, അതാണ് അതിന്റെ അത് മീനിങ്. ഇസ്ലാം. ആ, അല്ലേ? അത് നമ്മളിങ്ങനെയാണ് മനസ്സിലാക്കിയത്. അതെ, ഇങ്ങള് മനസ്സിലാക്കിയതല്ല, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ പറ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അതായത് ഇപ്പൊ ഇസ്ലാം അവനക്ക് അത് വായിച്ചിട്ടെല്ലാം മനസ്സിലായി. അത് തന്നെയല്ല മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത്, അതേ അറബി തന്നെയല്ല അവനും മനസ്സിലാക്കുന്നത്, അവിടെയുള്ള ആൾക്കാരും. അപ്പൊ പിന്നെ എന്താ അല്ല, അതിന്റെ അതിനകത്ത് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ മതത്തിനെതിരെ നിങ്ങൾക്ക് എഴുതി വെച്ചതല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് സ്വന്തം വ്യാഖ്യാനം ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ അതല്ല ഞാൻ ചോദിക്കുന്നത്. പണ്ഡിതനാണോ? പണ്ഡിത അത് സഹീഹൽ ഞാൻ ബുക്കാരിയുടെ ചോദിച്ചല്ലോ. ബുക്കാരി ഞാൻ ചെയ്ത പറഞ്ഞത് ഇതാണത്. ബ്രോ, അല്ല സഹീഹൽ ഞാൻ ബുക്കാരി. പറഞ്ഞത്, ഞാൻ ആ, പറയുന്നത് ഒരു അറബ് രാഷ്ട്രത്ത് അറബികൾക്ക് എല്ലാവർക്കും അറബി അറിയുന്നതാണ്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ അറബി രാഷ്ട്രത്തെ കാര്യമല്ല ചോദിച്ചത്, ഞാൻ ആ ഞാൻ ആ ഹദീസിനനുസരിച്ചാണ് ചോദിച്ചത്. സഹീഹൽ അതന്നെ. ബുക്കാരി, അതായത് ബുക്കാരി ആ പണ്ഡിതൻ എഴുതിയ ഹദീസ്. അയാൾക്ക് എന്ത്, അയാൾക്ക് മനുഷ്യ രീതിയല്ലേ, തെറ്റ് പറ്റാൻ ചിലപ്പോ. ഓ, മതം അപ്പൊ വിട്ടവനാണ് ഇങ്ങള് അതിനേക്കാളൊക്കെ അറിവുള്ള ആളല്ലേ? അങ്ങനെയല്ല. അതിന്റെ ഞാൻ ഓരോ ആൾ പണ്ഡിതന്മാരും അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവും. അതായത് എഴുതുന്നത് ഒരാള് എഴുതുന്നതാണ്. നിങ്ങളിങ്ങനെ അതിൽ ഇത് തെറ്റ് ഞാൻ പറ്റാൻ ചിലപ്പോ. ഇങ്ങനെ ചെയ്യില്ല, പെയിന്റ് അടിക്കല്ലേ, ഇത് സത്യം. പെയിന്റ് ഇതായിട്ട് അല്ലാണ്ട് എന്തിനാ ഒന്നിനെ നിങ്ങൾ പെയിന്റ് ഇങ്ങനെ അടിക്കുന്നു. ഇതാക്കുന്നത്? അല്ല, നിങ്ങളുടെ മതത്തിൽ പറയുന്നുണ്ട്, വേണമെങ്കിൽ നുണ പറയാന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ അതൊക്കെ അംഗീകരിക്കും. പക്ഷെ അതൊക്കെ ഓക്കെ. പച്ചക്ക് എഴുതി അതൊക്കെ വെച്ചേക്കാണ് അവിടെ, മതം വിട്ടവനെ കൊല്ലണം, അതൊന്നും മതത്തിനെതിരെ ഇതിലൊന്നും. പ്രവർത്തിക്കുന്നവനെ കൊല്ലണം എന്നല്ല എഴുതിയേക്കുന്നത് അതിനകത്ത്. മതം വിട്ടവനെ ആയിക്കോട്ടെ. കൊല്ലണം. ആയിക്കോട്ടെ. ആയിക്കോട്ടെ, അത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരിക്കുക, അല്ലാതെ നിങ്ങൾ അത് വെളുപ്പിക്കാൻ വരരുത്. ഇസ്ലാമിക അതും ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ മതം ഓക്കെ, വിട്ടവന് ഇനി മതത്തിനെതിരെ ഇന്ത്യ പ്രവർത്തിച്ചവനെ ഇസ്ലാമിക് രാജ്യമാവുകയാണെങ്കിൽ അന്നേരം അങ്ങനെ ആക്കുക അല്ലേ? അത് അവിടുത്തെ ഭരണഘടന എങ്ങനെയാവോ അതുപോലെ ഉണ്ടാവും. എന്റെ പൊന്നിക്ക, നിങ്ങളോടൊന്നും ഞാൻ ഒന്നും പറയാനില്ല, ഞാൻ നിർത്തി. നിങ്ങളോട് പറയാനില്ല ആ ഇനി. വേറെ ആരെങ്കിലും എടുത്തോ. മതം വിട്ടവനെ കൊല്ലാൻ വേണ്ടി ആ അസ്കർ ഉദവിയെ അവരെ ബന്ധുക്കള് തന്നെ കൊല്ലം പോയത്, അവരെ അതൊക്കെ ബന്ധുമിത്രാദികൾ. അത് കുടുംബത്തിലൊക്കെ ഏ ഉണ്ടാവും. അത് ഉണ്ടാവും. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ അയ്യോ, അത് അയാൾക്ക് ആ കുടുംബക്കാർക്ക് കുടുംബത്തിലുള്ളതാണ് ഉണ്ടാവുമല്ലോ. നാസറെ. ആ അത് കുടുംബക്കാർക്ക് വലിയൊരു ഏറ്റവും കൂടുതൽ. ക്രൂരതയല്ലോ. ഇത് എഴുതി അത് വെച്ചിരിക്കുന്ന പ്രമാണങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണോ? മാസേ എന്റെ മകൻ ഇതുപോലെ പോയി കഴിഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യൂലേ? ഓ, പിന്നെ അസ്കർ ഉദവി അങ്ങനെ കൊല്ലം കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ അതൊക്കെ നിങ്ങളെ തള്ളു കേട്ട് ഇതാക്കണ്ട. അയ്യോ, അല്ല അതൊക്കെ ഒരു നാസറ, എന്നാ കള്ളമാണ്. കൂട്ടുകാരെ. അപ്പൊ നാസറേ, നാസർ ഈ നാസറാണ് ഇപ്പൊ ഇവിടെ നാട്ടുകാരനല്ലേ? തള്ളിയത്. അതൊക്കെ ഞാൻ അല്ലല്ല, വായിച്ചു, ഇവിടെ അതൊക്കെ തള്ളിയത് ഡീറ്റെയിൽ ഞാൻ നാസറാണ്. വായിച്ചു. അതിന്റെ കാരണം എന്താണെന്നറിയോ? മുർത്തദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവനെന്നല്ല അർത്ഥം. മുർത്തദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മതം വിട്ടു എന്നുള്ളതാണ്. പ്രവാചകനെയും അള്ളാഹുവിനെയും നിങ്ങളുടെ ഖുറാനെയും തോട്ടിൽ കളഞ്ഞു. ആ ഒരു തെറ്റാണ്. ഉം. അത് നിങ്ങളുടെ ശരിയ ലോ അനുസരിച്ച് നിങ്ങൾ അവനെ കൊല്ലണം എന്ന് തന്നെയാണ് കൃത്യമായ നിയമം. ആയിക്കോട്ടെ. അതല്ല രാജ്യത്തിനെതിരെയായിട്ട് അത് നിങ്ങളുടെ ഈ എന്താ പറയുന്നത്, അതൊരു ഉടായ്പ വാദം, അല്ലാതെ അങ്ങനെയല്ല എന്തുണ്ടായി. അതിന്റെ. അത് ഇസ്ലാമിക അത് രാഷ്ട്രത്തിലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ അവിടെ പറ്റത്തില്ല. ഇവിടെ ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല. നല്ല. ഇപ്പൊ നാസറിന്റെ മോനെ കൊന്നു കഴിഞ്ഞാൽ നാസർ എവിടെ ആയിരിക്കും, എവിടെ ചെന്ന് അവസാനിക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാസറിന്റെ മോൻ അതൊരു മുർത്തതായി, അത് അതായത് മോൻ അത് മുർത്തതായി ഈ നാസർ കൊന്നു കഴിഞ്ഞാൽ നാസർ ഇന്ന് എവിടെ ചെല്ലും? അല്ല ജയിലിൽ ഇങ്ങനത്തെ ഒരു ചെല്ലത്തില്ലേ?
പിന്നെ നമ്മളെ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഓരോ പിന്നെ വീഡിയോ എടുത്തിട്ട് ഒരു ഉസ്താദ് പറയുന്നത് മുർത്തതായവരെ കൊല്ലണം. അതിൽ തന്നെ അയാൾ പറയുന്നുണ്ട് അത് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് അത് എന്റെ കൊല്ലേണ്ടത്. നാസിര, അതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ ഇരട്ടത്താപ്പ്. ഇവിടെ നിങ്ങളുടെ പരിപാടി, ഇവിടെ പരിപ്പ് വേവുന്നില്ല. അപ്പൊ പരിപ്പ് ഏഹ്, വേവുന്നില്ലെന്ന് പറഞ്ഞപ്പം അതിന്റെ ഒന്ന് റെസിപ്പി ഒന്ന് ചേഞ്ച് ചെയ്തു. ഏഹ്. അതാണ് സംഭവം. നാസർ, ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ, കൃത്യമായ ഞങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, നിങ്ങളുടെ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ആയിക്കോട്ടെ, നിങ്ങളിത് അതാണ്. ഞാനിത് മനസ്സിലാക്കിയത് തന്നെ നിങ്ങളിത് പിന്നെ അല്ല, ഇത് ഇതിങ്ങനെ മനസ്സിലാക്കേണ്ട കാരണം ഇതന്നെ. അല്ലെന്ന്. അത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ യൂറോപ്പിൽ ഒക്കത്തില്ല, അല്ലെങ്കിൽ ഏഹ്, അമേരിക്കയിൽ ഒക്കത്തില്ല. നിങ്ങൾ മിണ്ടാ പൂച്ച പോലെ ഇരിക്കും. എന്ന് നിങ്ങളുടെ അതൊന്നും. പവർ എവിടെ വരുന്നു, അന്നേരം നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യും. ഉം. അത് ഞാൻ അതെല്ലാം പോട്ടെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങളുടെ മതത്തിൽ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ലേ ഇത് വിട്ടു പോന്നേ? നിങ്ങൾക്ക് അങ്ങനെയുള്ള വിഷമം വന്നോ? അവരെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയുന്നില്ല? അതിപ്പോ ഈ ക്രിസ്തു മതത്തിൽ നിന്ന് വിട്ടു പോകുന്നില്ല, നിങ്ങൾക്ക് എന്തുകൊണ്ട് കൺവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല? പോകുന്നുണ്ട്, ഞങ്ങൾ കൊല്ലാൻ പോവാന്ന്. ഇപ്പൊ അമേരിക്കയിൽ ക്രിസ്ത്യാനികൾ മെജോറിറ്റി, യൂറോപ്പിൽ ക്രിസ്ത്യാനികൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ കൊല്ലാൻ പോവോ? അത് അവന്റെ ഇഷ്ടോ? ഉം. അവന്റെ ഇഷ്ടോ? അപ്പൊ നിങ്ങളുടെ മോൻ മതം വിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പിടിച്ചു നിർത്താൻ, സംസാരിച്ച് മതത്തിന്റെ നല്ല വശങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, പോയില്ലെങ്കിൽ പോയി. ക്രിസ്ത്യ വിശ്വാസത്തിൽ അത് തന്നെ. ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കും അവരെ കാര്യങ്ങൾ ആ, പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. അത് തന്നെ നമ്മളും ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞിട്ട് കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ്. ആര് കൊല്ലുന്ന് എന്തിനാണ് പറഞ്ഞത്? രണ്ട് ഇരട്ടത്താപ്പ് കൊല്ലുന്ന് പറഞ്ഞ കാണിക്കുന്നത്? എന്തിന്? ആരെ കൊല്ലുന്ന് പറഞ്ഞത്? മതം വിട്ടവനെ പിന്നെ എന്താ ഞാൻ ചെയ്യണമെന്നാണോ? പറഞ്ഞോ? ഉമ്മ കൊടുക്കണമെന്നാണോ? അയ്യോ. അത് ഞാൻ പറഞ്ഞില്ലേ, അത് നാസറെ, മതരാഷ്ട്രത്താണ്. അല്ല നേരത്തെ നാസറെ, പറഞ്ഞ ഒരു അല്ല ഉദാഹരണം ഒരൊറ്റ പറഞ്ഞുതരാം. മിനിറ്റ്. അതായത് ഈ 2 വർഷത്തിൽ ഒരു മിനിറ്റ്. അല്ല, അയൺ ബ്രദറെ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. നാസറിനറിയോ, മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് പകുതിയിലധികം വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അവർക്ക് മനസ്സിലായി സംഭവം ഉടായിപ്പാന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് നിങ്ങൾ പറയുന്ന വ്യക്തിയുടെ വിശ്വാസം ഇല്ലാഞ്ഞിട്ട് മതം വിട്ടു പോകുന്ന പകുതിയിൽ കൂടുതൽ ആൾക്കാരെ അവര് തിരിച്ചു വരാത്തോണ്ട് യുദ്ധം എന്ന് പറഞ്ഞ യുദ്ധം ചെയ്യുന്നു. അത് നല്ലൊരു ശതമാനം ആൾക്കാരെ വധിച്ചു കളയുകയാണ്. മുർത്തതിനെതിരെ ആദ്യത്തെ ബാറ്റിലാണ്, ആദ്യത്തെ യുദ്ധം. അതിൽ എന്ത് ന്യായമുള്ള? അല്ല, അതില് മെയിൻ ഉദാഹരണം എന്നല്ല ഞാൻ പറഞ്ഞോട്ടെ. ഇതിന് മെയിൻ ഉദാഹരണം വെച്ചാൽ ഈ GCC കൺട്രികളുടെ കാര്യം നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് അവിടെ ഇത്രയും സ്ട്രിക്റ്റ് ലോ വെച്ചേക്കുന്നത്? ഫസ്റ്റ് വെച്ചേക്കുന്നത്, മതം വിട്ട് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ്, അവരെ തല പോവും. മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ. എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഇവർ പേടിക്കുന്നു? നിങ്ങൾ നോക്കിക്കോ, ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ നോക്കിക്കോ. അല്ലാതെ വാട്സപ്പിനകത്ത് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര റെസ്ട്രിക്ഷനാണ് കൊടുത്തേക്കുന്നത്. പല സൈറ്റുകളും ബ്ലോക്കാണ്. ഓക്കെ, പോൺ സൈറ്റുകൾ ബ്ലോക്ക് ആക്കിക്കോ, അത് പ്രശ്നമില്ല. അത് ചിലപ്പം ഈ കുട്ടികളുടെ എന്തെങ്കിലും ഇത് വെച്ചിട്ടായിരിക്കും, നമുക്ക് അത് ശരിയാണ്. ഓക്കെ, പക്ഷെ ഈ നോർമൽ സൈറ്റ് അല്ലെങ്കിൽ യൂട്യൂബിലുള്ള പല വീഡിയോസും എന്തുകൊണ്ട് ഇവര് ബ്ലോക്ക് ചെയ്യുന്നു? ഇവര് സോഷ്യൽ മീഡിയ ഭയക്കുന്നതിന്റെ മെയിൻ കാരണം വെച്ചാൽ ആൾക്കാർ അറിയുന്നുണ്ട്, ആൾക്കാർ വിട്ടുപോകുന്നുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി ചെയ്യുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ യൂറോപ്പിലോട്ട് കയറി നാസർ ഭായി, ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കാം. ഈ യൂറോപ്പിലോട്ട് കയറി ആൾക്കാർ ഈ വലിഞ്ഞു കയറിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരുടെ സൗകര്യ വിഹാരം നശിപ്പിക്കുന്നതിനോട് താങ്കളുടെ അഭിപ്രായം എന്ന്? ഇപ്പൊ UK കിടക്കുന്ന അവസ്ഥ ഉണ്ടോ? UK അമ്മാര് ബാനർ ബുക്ക് പിടിച്ചേക്കോട്ടെ, ഞങ്ങൾക്ക് ഇവിടെ ശരിയാലോ വേണം. എന്തിന്റെ സോക്കാണ്? ഇവിടുന്ന് റെഫ്യൂജികളായിട്ട് അവിടെ ചെന്നിട്ട് അവരുടെ പാസ്പോർട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം ശരിയല്ലേ? ആവശ്യമുള്ളവന്മാര് വല്ല സൗദി അറേബ്യയിലേക്കോ UAE അല്ലെങ്കിൽ വല്ല ഖത്തറിലേക്കോ എവിടോട്ടും പോട്ടെന്നേ. ഈ UK വന്ന് നടന്നിട്ട് അവിടുത്തെ ഡെമോക്രസിയെ നശിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ശരിയാ ലോ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബാനർ പൊക്കി പിടിച്ചാ നടക്കുന്നത്. ചില സ്ട്രീറ്റുകളൊക്കെ ശരിയാ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ അമ്മാര് തന്നെ കിട്ടേക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഞാൻ 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 നിൽക്കുന്ന വെസ്റ്റിലാണ്. എനിക്ക് ഒന്ന് ഒരാഴ്ചക്ക് മുമ്പ് ഒരു ട്വീറ്റ് കണ്ട്. ഒരാഴ്ചക്ക് ട്വീറ്റ് കണ്ടെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ട്വിറ്റർ അതിട്ടേക്കാണ്. അതായത് ഒരു പള്ളി ഒരിടത്ത് വരുവാണ്. അവിടുന്നുണ്ട് ആൾക്കാര് വെസ്റ്റിലുള്ള വൈറ്റ്സ് എല്ലാം മൂവായി വേറെ സ്ഥലത്തോട്ട് പോകുന്നു. ഒരു പള്ളി വരുന്നുണ്ട്. അന്നേരം എത്രമാത്രം ആൾക്കാർ ഇതിനെ ഫ്രസ്ട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, ആ രീതിയിൽ കാണുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
ഒരു പള്ളി വരുന്നുണ്ട്, പള്ളി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ആ പള്ളി ഗവൺമെന്റ് എല്ലാവരോടും പറഞ്ഞു. ഇപ്പൊ ഗവൺമെന്റിൽ അവരുടെ ആരോ ചെയർമാൻ കയറിയപ്പോഴത്തേക്ക് ഇപ്പൊ അത് വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനകത്ത് ഇഷ്ടം പോലെ ആൾക്കാർ അവിടെയുള്ള വൈറ്റ്സുകൾ ആ സ്ഥലം വിട്ടു പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയത്. ഇതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. അവിടെ പോകാത്ത ആൾക്കാരെ പല കേസുകളും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ ഈ ഈ ജനത കുറച്ച് കൂടി കഴിയുവാണെങ്കിൽ അവിടെ ഇരിക്കുന്ന വൈറ്റ്സിന്റെ കാറുകൾ, പ്രൈവസി ആണല്ലോ ഇവിടെ വെസ്റ്റിൽ മുഴുവൻ ആവശ്യമുള്ളത്. ആ പ്രൈവസി, അവരുടെ കാറ് എല്ലാ ദിവസവും പഞ്ചറാക്കുക, ആ കാറിന്റെ മേളില് മറ്റേ പെയിന്റ് കോരി ഒഴിക്കുക, ഉപദ്രവിക്കുകയാണ്. എന്ന് വെച്ചാൽ അവർ ഇവിടെ സ്ഥലം വിട്ടു പോയിട്ട് ഞമ്മന്റെ ആൾക്കാരെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ വേണ്ടി ഇതാണ് അവസ്ഥ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ ഒരു മതം ഭയങ്കര കയറിയിരിക്കുന്ന കഷ്ടമായി കേട്ടോ. വേറെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഭയങ്കര രാജ്യത്ത് കഷ്ടമായി ഒരു പോയല്ലോ. ഭയങ്കര കഷ്ടല്ല അത്? അങ്ങനൊക്കെ കഷ്ടമാണ് ചെയ്യാൻ സുഹൃത്തെ. പാടുണ്ടോ? അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആൾക്കാർ ഇവിടുന്ന് പോകുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് വെസ്റ്റിലാണ്, എനിക്ക് അറിയാവുന്ന സിറ്റുവേഷൻ ആണ്. ഞാൻ ആയിക്കോട്ടെ. തമാശ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞല്ലോ മെനങ്ങാതല്ല, ഒരാഴ്ചക്ക് മുമ്പ് ഒരു ട്വീറ്ററിനകത്ത് കണ്ടതാണ്. ഒരു പള്ളി വരുന്നതിന്റെ ഭാഗമായിട്ട് വൈറ്റ്സ് എല്ലാം മൂവ് ആയി വേറെ സ്ഥലത്തേക്ക് മൂവ് ആവുന്നെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കര കഷ്ടം അത്. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, നാസർക്കൊക്കെ അധികം പറയാനൊന്നുമില്ല. നാസർക്ക് ചുമ്മാ കിടന്ന് പെയിന്റ് അടിക്കുക. അത് എല്ലാവർക്കും അല്ല, നമ്മൾ മനസ്സിലാവുന്നുണ്ട്. മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെയിന്റ് അടിയായി മാറും. ഇല്ല നിങ്ങൾക്ക് ഇല്ല ഇത് ഇല്ല, നിങ്ങള് നിങ്ങൾ മറുപടി പറഞ്ഞോ. ചെയ്യുന്ന തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തന്നെ ഇതായിരുന്നു, ഇസ്ലാം ഇസ്ലാമില് മതം വിട്ടവനെ കൊല്ലണോന്ന്. അപ്പൊ നിങ്ങൾ അതിനെ ഞാനൊരു കാര്യം പറയട്ടെ. കൊല്ലണോ ഈ വേണ്ടയോ? ലോകത്ത് അപ്പൊ കൊല്ലണോ വേണ്ടയോ? ഇന്ന് അതിന് ലോകത്ത് മാത്രം ഒന്ന് ഉത്തരം പറഞ്ഞേ, കൊല്ലണോ വേണ്ടയോ? ഇന്ന് ലോകത്ത് ഇസ്ലാം ഇൽ വളർന്നുകൊണ്ടിരിക്കുക. അതിനെതിരെയാണ് നാസർക്ക, ലോകത്തെ എന്റെ എല്ലാവരും ക്വസ്റ്റ്യൻ ഇതാണ്. ഇസ്ലാമിനെതിരെ തിരിയുന്നത്. ഇല്ല 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 ഇല്ല, നാസർക്ക, ഇസ്ലാമിൽ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന ഹദീസ് അത് ശരിയോ തെറ്റോ? അത് മാത്രം യെസ് ഓർണോ, ആദ്യം അത് പറ. അത് കിതാബിലോ യെസ് ഓർണോ, പിന്നെ യെസ് ഓർണോ. ഏതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ല ഇല്ല പറഞ്ഞത് ഇല്ല, യെസ് ശരിയായിരിക്കും. ഓർണോ. പറഞ്ഞത് ശരിയായിരിക്കും. ആ, പറഞ്ഞു ശരിയാ. ഓക്കെ, എന്നാ പിന്നെ ഇതൊന്നുമില്ല. കൂടുതൽ പറയണ്ട. ശരി, കൊന്നോ നിങ്ങള്. ഇങ്ങനെ വിടുന്നവരെ പോയി പുറകെ പോയി കൊന്നോ, അത്രേ പറയാനുള്ളൂ. ഉം. നാസിറൊക്കെ, നിങ്ങൾ ഒരു ആയിക്കോട്ടെ. കാര്യം എത്രണ്ണം മനസ്സിലാക്കുക. എത്രണ്ണം കൊന്നതിന്റെ ഒരു കണക്ക് പറഞ്ഞ നിങ്ങള് ബ്രോ? ഇവിടെ കൊന്നിട്ടില്ല, നിങ്ങളുടെ കേരളത്തിലൊന്നും ചെറിയ കൊന്നിട്ടില്ല. ലോകത്ത് അറബ് എവിടെയെങ്കിലും കൺട്രീസ്, നിങ്ങൾ പറയുന്ന അറബ് കൺട്രീസിൽ കൊന്നിട്ടുണ്ട്. എവിടെയെങ്കിലും കൊന്ന കണക്ക് പറയാം. എവിടെയെങ്കിലും, ലോകത്ത് എവിടെയെങ്കിലും. അല്ല ആ, ഇപ്പൊ ഇപ്പൊ പറയാം. ഞാൻ ചോദിച്ചു, ഇദ്ദേഹം പറഞ്ഞു മതം ഈ വളർന്നുകൊണ്ടിരിക്കുകയാണ്. GCC ഈ കേൾക്കാൻ ഗൾഫ് പറ്റുന്നില്ലേ കൺട്രീസ് തന്നെ പറയുന്നത്? എല്ലാ വീട്ടുകളിലും ഒരു 4-5 കേൾക്കാം പണിക്കാരുണ്ടാവും. കേൾക്കാം. നസീർ ഇടയ്ക്ക് കയറുന്നതാ. നാസർ ഇടയ്ക്ക് കയറുന്നതാ. അത് കേൾക്കാം. നാസർ എന്റെ അയരിൽ നിന്ന് സംസാരിച്ച് കഴിയട്ടെ. നാസിറക്ക, അത് ഞാൻ കഴിഞ്ഞിട്ട് ഒരാൾ സംസാരിക്കും. ഓക്കെ. നാസിറക്ക, ഞാൻ വേറെ ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞു മതം വളരുന്നുണ്ടെന്ന്. നിങ്ങൾ മതം വളരുന്നുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ മതം വിട്ടു പോകുന്നതിന്റെ ഡേറ്റ് കൂടെ നിങ്ങൾ നോക്കുന്നില്ലെന്നേ. മതം വളരുന്നുണ്ട്, ഞാൻ ശരിയാണ്, നിങ്ങളുടെ മതം വളരുന്നുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതിന്റെ പേരിലാണ് മതം വളരുന്നത്. ഒരു കുടുംബത്തില് 5-6 പിള്ളേരുണ്ടായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ജനിക്കുന്ന പിള്ളേർ മുസ്ലിമായി മാറും. അല്ലാതെ ഐഡിയോളജിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയോളജി വെച്ചിട്ട് മതം വളരുന്നതിന്റെ പെർസെന്റേജ് കുറവാണ് ഇസ്ലാമിൽ. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ പറയുന്നുണ്ടല്ലോ എണ്ണം കൂടുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ അതിന്റെ എന്താ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വേണ്ട എവിടെയാണ്? എവിടെയാണ് പറയൂ. GCC രാജ്യങ്ങളിലാണ്. ഓരോ GCC രാജ്യങ്ങളിലെയും ഖത്തറിലെ ഒരു കണക്കെടുത്ത് വെച്ചാൽ നമ്മളെ എറണാകുളം ജില്ലയിലെ പിന്നെ പോപ്പുലേഷനേ ഉള്ളൂ 30 ലക്ഷം. സൗദി അറേബ്യ അതാണ് ഒന്ന് കുറച്ച് കൂടുതൽ, 80 ലക്ഷമാണെന്ന് തോന്നുന്നുണ്ട്. 80-90 ഇടക്കാണ്. അതിന്റെ പിന്നെ കാര്യം ഞാൻ പറയാം. അല്ലല്ല, ഞാൻ അതിന്റെ പറഞ്ഞു കാര്യം ഞാൻ പറയാം. ഇത് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയട്ടെ. ബാക്കി പിന്നെ കുവൈത്ത് 35 ലക്ഷം ഇല്ല തികച്ചെന്ന് പറഞ്ഞത്. അതേപോലെ ബഹ്റൈന്, ഒമാന്, ഇറാന്, ഇറാഖ്, പാകിസ്ഥാന്, ബംഗ്ലാദേശ്, ഇവിടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ വേണ്ടത്. ലോകത്ത് 2 സ്ഥലത്താണ് ജനസംഖ്യ കൂടുതലുള്ളത്. ഒന്ന് ഇന്ത്യ, ഒന്ന് ചൈന. ഇത് രണ്ടും ഇസ്ലാം ഇല്ല. ഏറ്റവും താഴത്താണ് അവിടെ ഉള്ളത് കൂടുതലും. മറ്റു ഹിന്ദുക്കളാണെന്ന് പറയാ കൂടുതലും. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ GCC ഒരു മിനിറ്റ് അല്ല കൂടി നാസറക്ക, നിങ്ങൾ പറഞ്ഞല്ലോ. ഒരു മിനിറ്റ് കൂടി പറഞ്ഞുതരാം. ഒരു കണക്കും കൂടി പറഞ്ഞോ പറഞ്ഞുതരാം. പറഞ്ഞോ. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ 140 കോടിയാണ്. അതിൽ 20 കോടി ജനങ്ങളെ മുസ്ലിങ്ങളുള്ളൂ. അവരിനി എങ്ങനെ 20 വെച്ച് പ്രസവിച്ചു കഴിഞ്ഞാലും ഈ 140ന്റെ അടുത്ത് എത്തൂല.
അതുകൊണ്ട് ബർത്ത് അല്ല കൂടുന്നത്, അല്ലാതെ തന്നെ കൂടുന്നതാണ്. ഓക്കെ, പറഞ്ഞു തരണം. നിങ്ങൾ ഈ പറയുന്ന GCC കൺട്രി നിങ്ങൾ പറഞ്ഞ് അവിടെ കൂടുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ GCC കൺട്രിയിൽ മതം വിട്ടു പോകുന്നവരുടെ ഒരു സെൻസസ് എനിക്കൊന്ന് കാണിച്ചു തരാമോ? നിങ്ങൾ അവിടെ ബർത്ത് റേറ്റ് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ മതം വിട്ടവരെ, എന്തുകൊണ്ട് മതം വിട്ടവരെ അവിടുന്ന് പുറത്താക്കി, അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് വെക്കുന്നു? ആൾക്കാർ പേടിച്ചിട്ട് അത് പുറത്ത് പറയുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ അത് കുടുംബത്തിന്റെ നമ്മളെ കാര്യം പറയുവാണെങ്കിൽ അത് നമ്മളെ വിഷയമല്ലല്ലോ. നമ്മുടെ വിഷയം അല്ലയോ, പിന്നെ നിങ്ങൾ എന്തിനാ ആ ഒരു ഉദാഹരണം കൊണ്ട് നാസറെ, ഒരാൾ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറാതിരിക്കുന്ന നാസറെ. നിങ്ങൾ സംസാരിച്ച് തീർന്നിട്ടല്ലേ ഐറിൻ സംസാരിക്കുന്നത്. ഓക്കെ, ഐറിൻ സംസാരിക്കും. ഓക്കെ സാർ. നാസർക്ക് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു കമ്പാരിസൺ ഉദാഹരണം കൊണ്ടുവന്നത് നിങ്ങൾ GCC കൺട്രിയാണ്. GCC കൺട്രിയുടെ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവിടെ ബർത്ത് റേറ്റ് കൂടുന്നില്ലെന്നല്ല പറഞ്ഞത്, അവിടെ കൂടുന്നുണ്ട്. ഈ പറയുന്ന ബർത്ത് റേറ്റ് വെച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ കമ്പാരിസൺ എടുക്കുന്നത്? അവിടുന്ന് മതം വിട്ട് പോകുന്നവരുടെ കാര്യം ക്യാപിറ്റൽ പണിഷ്മെന്റ് വെച്ചേക്കുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് അവർ പുറത്ത് പറയുന്നില്ല. അന്നേരം മതം വിടുന്ന ആൾക്കാരും ഉണ്ട് സുഹൃത്തെ അവിടെ. അവിടെ മാത്രമാണ് മതം കൂടുതൽ. ഈ പറഞ്ഞ ജനസംഖ്യയുടെ കാര്യം നിങ്ങൾ ഉദാഹരണം പറഞ്ഞു. ജനസംഖ്യ അവിടെ ഈ വലിയ കൺട്രിയാണ്, പക്ഷെ അവിടെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ചില പർട്ടിക്കുലർ ഏരിയകളിൽ മാത്രമേ നിങ്ങൾ പറഞ്ഞ വലിയ രാജ്യമാണ് സൗദി അറേബ്യ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അതിനകത്ത് എല്ലാ സൗദി അറേബ്യയുടെ എല്ലാ സ്ഥലങ്ങളും ഒക്യുപ്പൈഡ് മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്? അല്ല, ഒരിക്കലും അല്ല. അതിന് പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. അതിന് വെള്ളവും വളവും മണ്ണിന്റെ ഘടനയൊക്കെ വെച്ചിട്ട് ആൾക്കാർ അവിടെ താമസിക്കുന്നത്. അന്നേരം നിങ്ങൾ ഈ കമ്പാരിസൺ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത് ബർത്ത് റേറ്റിന്റെ കാര്യം കൊണ്ടുവരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് GCC കൺട്രീസിനെ എടുക്കാം. അതായത് പിന്നെ മതം വിടുന്നവന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അറിയാം അത് ഉദാഹരണം എടുക്കാൻ പറ്റത്തില്ല. അത് ഇരട്ടത്താപ്പല്ലയോ ഈ പറയുന്നത്? അല്ല, മതം വിട്ട് കഴിഞ്ഞാലും അവിടെ പിന്നെ ബർത്ത് റേറ്റ് കൂടണ്ടേ? അപ്പോ മതം വിട്ടാലും വിട്ടിക്കില്ലെങ്കിലല്ലോ. ഞാൻ അത്രേ ഉദ്ദേശിച്ച, അല്ലാണ്ട് മതം വിട്ടുന്നതിന്റെ ഇത് പറയുന്നതല്ല. മതം വിട്ടിട്ടുണ്ടെങ്കിലും അവരതിന്റെ ബർത്ത് റേറ്റ് കാണിക്കണ്ടേ? അത് കാണുന്നില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ബർത്ത് റേറ്റ് പറഞ്ഞത് ഉണ്ട് സുഹൃത്തെ. അവിടുത്തെ അനുസരിച്ച് അവിടുത്തെ ഞാൻ പറഞ്ഞ ജനസംഖ്യ ഞാൻ പറഞ്ഞത് അപേക്ഷിച്ച് നമ്മള് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ GCCയിൽ താമസിച്ചിട്ടുള്ള ഒരാളാണ്. അന്നേരം എനിക്കറിയാം 13ാമത്തെ പ്രസവം വന്നിട്ട് 13ാമത്തെ പ്രസവത്തിന് വന്നപ്പോഴത്തേക്ക് എന്റെ വൈഫിന്റെ അടുത്ത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞാണ്, വൈഫിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഈ ലേഡി എടുത്ത് പറയണം, ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പറയാം, നിങ്ങൾ പറയണം 13ാമത്തെ ഇനി അവരുടെ യൂട്രസ് പാകമല്ല. എന്ന് വെച്ചാൽ 13ാമത്തെ ഗർഭം കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് യൂട്രസ് ഒന്ന് ആലോചിച്ച് എണ്ണം നോക്കിയാണ് 13ാമത്തെ ഗർഭത്തിന് ചെന്നിട്ട് അവരോട് ഡോക്ടർ പറഞ്ഞാണ്, വൈഫിന്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ഇനി അവരുടെ യൂട്രസിന് അത്ര ശക്തിയില്ല. ഇനി പ്രഗ്നൻസി വല്ലതും ആയി കഴിയുവാണെങ്കിൽ ചിലപ്പം ബോഡിക്ക് തന്നെ അല്ലെങ്കിൽ മരിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്. പാകിസ്ഥാനിലുള്ള ഒരു മുസ്ലിം ഡോക്ടർ. കക്ഷിക്കറിയാം അവരുടെ ഇതെന്ന് പറയുന്നത്. അന്നേരം ഒന്ന് ആലോചിക്കുക. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ 13ാമത്തെ പ്രഗ്നൻസിയിൽ ചെന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. അന്നേരം നിങ്ങൾ എന്നോട് പറയുകയാണ് അവിടെ ബർത്ത് റേറ്റ് കുറവാന്നല്ലയോ? എന്നാലും നിങ്ങൾ ഇനി എങ്ങനെ 13 അല്ല ഇനി 15 അല്ല 20 പ്രസവിച്ചാലും അവിടെ പിന്നെ ജനസംഖ്യ കൂടണ്ടേ? അതെന്തുകൊണ്ട് കൂടുന്നില്ല? ജനസംഖ്യ ആ കൂടുതൽ ബ്രദറെ ഞാനേ പുള്ളി കുറച്ചു മുമ്പ് ഒരു കാര്യം ചോദിച്ചായിരുന്നു, ഇതിന് ഇങ്ങനെ കൊന്നതിനുള്ള തെളിവുണ്ടോന്ന്. ഞാൻ ഇപ്പോ ഒരു ലിങ്ക് ഇതിൽ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. റോയിറ്റേഴ്സിന്റെ ന്യൂസ് ഇതാണ്, മുസ്ലിം ഫെയ്ത്തിൽ നിന്ന് മാറിയതിന് ഒരാളെ കൊന്നത്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലേ നാസർക്ക? അതോ ഞാൻ വായിച്ചു തരണോ? സൗദി കോർട്ട് അപ്പൊ അവിടെ അതിക്രമം കാണിച്ചില്ലേ? അതിക്രമം കാണിച്ചത് എന്താ? അവൻ മുസ്ലിം അല്ലേ? അവൻ പോയതല്ലേ മതത്തിൽ നിന്ന്? ആയിക്കോട്ടെ, അവൻ ഖുറാൻ കത്തിച്ച് ആയിക്കോട്ടെ, അത് അപ്പൊ മതം ഇതാക്കൂലേ? വിട്ടതാണോ? അതൊരു ആള് അതൊരു മതം വിട്ടോ? ക്രിമിനൽ. മതം വിട്ടോ കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്താ അതല്ലല്ലല്ല, മതം വിട്ടോ മതം വിട്ടില്ല എന്നല്ലേ വിട്ട് ഇവിടുത്തെ ടോപ്പിക്. നോക്കി, ഇസ്ലാമിൽ മതം വിട്ടവനെ കൊല്ലണം, അതാണ് അതെ, ടോപ്പിക്ക്. അവൻ മതം അവിടെ വിട്ട എന്താ ചെയ്തത്? അവൻ മതം വിട്ടതല്ലെങ്കിൽ അവൻ അവിടെ ഈ ഖുറാൻ കത്തിക്കോ അല്ലെങ്കിൽ ചെരുപ്പ് കൊണ്ട് അടിക്കോ? ആയിക്കോട്ടെ, ഖുറാൻ ഞാൻ പറഞ്ഞ മതത്തിനെതിരെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കുമെന്നാ പറഞ്ഞത്. ഓക്കെ, അവൻ കോടതിക്ക് മതം ശിക്ഷിക്കാന്ന്. വിട്ടില്ലായിരുന്നെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമായിരുന്നോ? ഖുറാൻ കീറുമായിരുന്നോ? കത്തിച്ചാലും മതം കത്തിക്കുമായിരിക്കും, മതം ചെയ്യുമായിരിക്കും. വിടാത്ത ഒരുത്തൻ കീറുമായിരുന്നോ ആ, ഇത്? കീറൂല, കീറൂല. ഇല്ല. അപ്പൊ അവൻ മതം വിട്ടുകൊണ്ടല്ലേ അവനെ കൊന്നത്? അതുകൊണ്ട് തന്നെയല്ലോ പറഞ്ഞത് മതം വിട്ടവൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് മതം വിട്ട് അവിടുത്തെ ശരീരത്തിന് നിയമം എതിരായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അതെവിടെ? ശിക്ഷ അതിനുള്ള ഉണ്ടാവുന്ന പറഞ്ഞത്. തെളിവും നിങ്ങൾ കാണിക്കേ. ഈ ഹദീസിൽ നിന്ന് നിങ്ങൾ തെളിവ് കാണിക്കേ. എന്ത്?
അവിടെ നിങ്ങളുടെ അങ്ങനല്ല അവനവൻ ചെയ്തത്. ഖുറാൻ കത്തിച്ചു. തഫ്സീർ എടുക്കാതെ തെളിവ് പറ. അവൻ ആ അവൻ ഹദീസില് അവൻ അവിടെ ഖുറാൻ അതല്ലെങ്കിൽ കത്തിച്ചോ? വേറെ ഏതെങ്കിലും ഹദീസ് ഉണ്ടെങ്കിൽ പറ. ഖുറാൻ കത്തിച്ചോ? ഖുറാൻ കത്തിച്ചു. അതിനകത്ത് ആ, ഇഷ്ടപ്പെട്ടില്ല. അവനത് മനസ്സിലായി ഇത് ആയിക്കോട്ടെ. ഫുള്ള് ആ, തട്ടിപ്പാന്ന്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാണ്ട് അങ്ങ് പോവാ. ഖുറാൻ കത്തിച്ചത് ഒരു കുറ്റല്ലേ? ക്രിമിനൽ അത് കുറ്റല്ലേ മതം അവിടെ വിട്ടതല്ലേ? ആ രാജ്യത്ത്? അതിന് കൊല്ലണം. മതം വിട്ടോ മതം വിട്ടില്ലേ? അത് അതിന് അത് ഞാൻ കൊല്ലണോ? പറഞ്ഞല്ലോ. അതായത് ആ രാജ്യത്തിന്റെ നിയമം കയ്യിലെടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്ത് എന്ത് നിയമം വരുമോ അത് ശിക്ഷ കിട്ടുന്നല്ലേ ഞാൻ ഈ പറഞ്ഞത് ആദ്യേ. ശരീഅത്ത് നിയമം എന്ന് വെച്ചാൽ എന്താണ്? ഈ ഖുറാനെ ഹദീസിനെ ബേസ് ചെയ്തല്ലേ ശരീഅത്ത് നിയമം വരുന്നേ? അതെ. അതെ. ആ ഈ അല്ല, ഒരു സെക്കൻഡ് ബദറെ, ഒരു സെക്കൻഡ്. അല്ല, നമ്മുടെ മുസ്തഫ ബൈബിൾ കത്തിച്ച്, അപ്പൊ ആ മുസ്തഫ എന്ത് ചെയ്യണം? ഏത് മുസ്തഫ? കാസർഗോഡ് ഞാൻ മുസ്തഫ, അറിയില്ല, കണ്ടിട്ടില്ല. കാസർഗോഡ് മുസ്തഫ കണ്ടിട്ടില്ല. ബൈബിൾ കത്തിച്ചു. കണ്ടി- ആ മുസ്തഫ കണ്ടിട്ടില്ല. എന്ത് ചെയ്യണം? കണ്ടിട്ടില്ല. ഒരു അല്ല ഈ അത് ഒരു ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ല, അറിഞ്ഞിട്ടില്ലയോ? ഞാൻ ലിങ്ക് ഇട്ട് തരാം. മുസ്തഫ അടിച്ചാൽ, കാസർഗോഡ് മുസ്തഫ അടിച്ചാൽ ഉടനെ കിട്ടും. നിങ്ങൾ സംസാരിക്കും, വേറെ സംസാരിക്കും. ഞാൻ കാസർഗോഡ് മുസ്തഫയെ കൊണ്ടുവരട്ടെ. പറ. അപ്പോ നമ്മളെവിടെ പറഞ്ഞതാ? ഓക്കെ. മതത്തിനെതിരായി പ്രവർത്തിച്ചാൽ കൊല്ലണം. അതിന്റെ ഒരു തെളിവൊന്ന് ഇടാവോ ബ്രദറെ? നാസർക്ക, അതിന്റെ തെളിവ് ഇത് തന്നെയാണ് തെളിവ്. ഞാൻ മതം വിട്ടവനെ എവിടത്തെ കൊല്ലണം എന്ന് നിങ്ങളെ പറഞ്ഞാൽ പ്രമാണ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ശരീഅത്ത് നിയമം അതിനകത്ത് കാണിക്കുക, അല്ലാതെ നിങ്ങള് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ എങ്ങനെ ഇപ്പൊ എന്താണ് തെളിവ് എന്തെന്നാ വേണ്ടത്? നിങ്ങളുടെ ഇതിനകത്ത് എഴുതണം. അതായത് മതം വിട്ട് മതത്തിനെതിരായി പ്രവർത്തിച്ചതിനെ കൊല്ലണം. പക്ഷെ ഈ ഹദീസില് അങ്ങനെ എഴുതിയിട്ടില്ല. ഈ ഹദീസിൽ എഴുതിയത് എന്താണ്? മതം വിട്ടവനെ കൊല്ലണം. Whoever change ആ, his Islamic religion, then kill him. അതെ. മതം മതം വിട്ടവനെ വിട്ട് കൊല്ലണം. ഇപ്പൊ ഒരാള് മതം വിട്ട് മതം വേണ്ട, അവൻ അവന്റെ കാര്യമായിട്ട് ചിന്തിച്ച് നടന്നു പോകുന്നതാണെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല. അവൻ ഇല്ല, ആ ഹദീസിൽ മതത്തിനെതിരെ അങ്ങനെയല്ലല്ലോ പറയുന്നേ. പ്രവർത്തിക്കുമ്പോഴാണ് ഹദീസിൽ അങ്ങനെയല്ലല്ലോ പറയുന്നേ. പറയട്ടെ ഹൂവർ ഭായി, ഇല്ല 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 ഇല്ല. അത് പറയട്ടെ. നിങ്ങളുടെ സ്വന്തം വ്യാഖ്യാനം വേണ്ട. അതിനകത്ത് എഴുതി വെച്ചത് അതിനെ ബേസ് ചെയ്ത് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ, അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ പറയുന്നത്. മതം വിട്ടവനെ കൊല്ലണം. ഉം. ഉം. മതത്തിനെതിരെ പ്രവർത്തിച്ചാൽ അതിനുള്ള ഇല്ല, ശിക്ഷ കിട്ടും. അതിന്റെ തെളിവാ ചോദിച്ചത്. അതിന്റെ തെളിവാ ഞാൻ ഈ പറഞ്ഞത്. ഒരുത്തൻ മതം വിട്ട്, ഇപ്പൊ ഏത് ഞാനിപ്പോ നിങ്ങൾ മതം പറഞ്ഞാൽ വിട്ടെന്ന് പറ്റൂല. പ്രമാണങ്ങൾ ഞാൻ നിങ്ങളുടെ പറയട്ടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വാ. ഞാൻ പറയട്ടെ ഞാനിപ്പോ മതം വിട്ട്, അത് എനക്കേ അറിയുള്ളൂ ഞാൻ മതം വിട്ടിരുന്നത്. ഞാൻ എന്റെ കാര്യമായിട്ട് അങ്ങനെ പോകുന്നു, പണിയെടുത്ത് ജീവിച്ചു പോകുന്നുണ്ട്. ആർക്കും ഒരു പ്രശ്നവുമില്ല. അപ്പോഴെങ്ങനെയാണ് ആണോ? അതിന്റെ ആ ആ അങ്ങനെയാണ്. മതത്തിനെതിരെ പ്രവർത്തിക്കുമ്പോഴാണല്ലോ മതം വിട്ടതായിട്ട് വരിക. ഓക്കെ. മതത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ കൊല്ലണമെന്ന് അല്ലാതെ മതം വിട്ടാൽ മാത്രം പോരാ, മതത്തിനെതിരെ പ്രവർത്തിക്കുകയും കൂടെ വേണം. എന്നാലേ കൊല്ലാൻ പാടുള്ളൂ എന്നുള്ള ഒരു കൊല്ലലല്ല, തെളിവ്. അതായത് ആദ്യം അവനോട് തൗബ ചെയ്ത് മടങ്ങാൻ പറയും. രണ്ടാമത് അവനോട് അതിന് സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പം അതിന്റെ എന്താ വിധി എന്നുള്ളത് അവർ തീരുമാനിക്കും, അവിടുത്തെ ഭരണാധികാരി. ഓക്കെ. അല്ലാണ്ട് എനക്കോ ആ നമ്മളെ അവൻ പറയാ ഇല്ല, മനുഷ്യർക്കോ എനിക്ക് പോയിട്ട് മടങ്ങാൻ ചെയ്യേണ്ട കാര്യമല്ല. തീരുമാനമില്ല, അങ്ങനെ പറഞ്ഞാലോ? അത് അന്നേരം കോടതി ആ ഭരണാധികാരി തീരുമാനിക്കുന്നു, അവിടുത്തെ കോടതിയും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഖുറാനും ഹദീസൊന്നും അവിടെ ഇതല്ലേ, ബാധകല്ലേ? ഇല്ല, അത് അവിടെ ആ ഇതുണ്ട്. അതതിന്റെ അപ്പൊ അതിനെ ഇതും രണ്ടിനെയും അതിന്റെ തള്ളിയോ? തള്ളുന്നല്ലോ, അതിന്റെ കാരണങ്ങളുണ്ടല്ലോ. അതിന് ഓരോ ഇല്ല, കാരണങ്ങളുണ്ടാവും. ഹദീസിൽ ഇങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? മതം ആയിക്കോട്ടെ. വിട്ടവനെ കൊല്ലണം. ആ, നിങ്ങൾ അങ്ങനെ കണക്ക് നമുക്കതിൽ അല്ല, നിങ്ങളിപ്പോ തർക്കമൊന്നും പറഞ്ഞു ഉണ്ടാവില്ല. ഒരുത്തൻ മതം വിട്ടു. എനിക്കറിയാം, ഞാൻ മതം വിട്ട എനിക്കറിയാം, ഞാൻ അതേപോലെ ജീവിച്ചോട്ടെ, ആരും അറിയണ്ട. ഇതറിയാതെ കൊല്ലൂല്ലല്ലോ അവനെ. ഇല്ല, അതിനല്ലേ പറഞ്ഞത്. അപ്പൊ മതം വിട്ടു കഴിഞ്ഞാൽ അവൻ മതം വിട്ടിനെന്ന് അറിയണമെങ്കിൽ എന്തെങ്കിലും മതത്തിനെതിരെ പ്രവർത്തിക്കണം, അപ്പോഴല്ലേ അവൻ മതം വിട്ടെന്ന് അറിയുള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ഹദീസിൽ എന്താ എഴുതിയത്? മതം വിട്ടവനെ കൊല്ലണം. മതത്തിനെതിരായി പ്രവർത്തിച്ചവനെ കൊല്ലണം എന്നല്ലല്ലോ പറഞ്ഞത്. എന്താ നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ കോമൺ സെൻസ് ഇല്ലേ? ഈ എഴുതി വെച്ചേക്കുന്ന മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ലേ, ബേസിക് ഇത്? ഉണ്ട്, അതൊക്കെ ഉള്ളതുകൊണ്ടല്ലേ പറയുന്നത്. അതൊക്കെ ഈ അതെ, അതിനകത്തുള്ളത് മതം വിട്ടവനെ കൊല്ലണം. അറബികൾ വായിച്ചുകൊണ്ടിരിക്കുന്നതല്ല എല്ലാം. അവർക്ക് എല്ലാവർക്കും മതം വിട്ടവനിക്കും വിടാത്തവനിക്കെല്ലാം അറബി എന്തായാലും അറിയല്ലോ. നമ്മളെ ഇന്ത്യക്കാർക്കല്ലേ അറബി അത്ര വശമില്ലാത്തുള്ളൂ. അറബ് നാട്ടിലൊക്കെ അതിനകത്ത് ഫുള്ള് അറബി തന്നെയല്ലേ.
അതെ അതെ അച്ഛൻ അവർക്ക് എന്തായാലും അറിയല്ലോ നിക്ക് നിക്ക് എന്താണ് നിക്ക് അതാ പറയുന്നത്. അതാ നാസര ഞാൻ ദാ കണ്ടില്ലെങ്കിൽ ഇത് നോക്കിക്കോളൂ. കാസർഗോഡ് ബൈബിൾ കത്തിച്ച ദൃശ്യങ്ങൾ. ഓക്കെ, അപ്പൊ ആ മുസ്തഫ എന്ത് ചെയ്യണം? നോക്കട്ടെ, ഞാൻ ഒരു മിനിറ്റ് കാണട്ടെ. അല്ല, ഇത്രയും ലോകം മുഴുവൻ അറിഞ്ഞിട്ട് നമ്മുടെ നാസർ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാരും ചിന്തിക്കുക. ഒരു മിനിറ്റ്